ഹായ് മച്ചാമാരെ, ഇന്ന് റിച്ചു സപ്പ വ്ളോഗിലൂടെ ഞങ്ങൾ കാണിച്ചു തരാൻ പോകുന്ന റെസിപ്പി ഒരു ക്യാബേജ് തോരൻ ഉണ്ടാക്കുന്ന വിധമാണ്. എല്ലാവർക്കും അറിയാം, എന്നാലും കൂടി ഞങ്ങളുടെ ഈ ചാനലിലൂടെ നിങ്ങൾക്ക് ഒന്നും കൂടി അത് കാണിച്ചു തരികയാണ്. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് ഞാൻ പാൻ അടുപ്പത്ത് വെച്ചു. അതിന് ശേഷം 2 ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. അതിന് ശേഷം ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുക് ഇട്ട് കൊടുത്തു. കടുകൊന്ന് പൊട്ടി വരുന്നവരെ നമ്മളൊന്ന് ക്ഷമിക്കുക. കടുകൊന്ന് പൊട്ടി വന്നു കഴിഞ്ഞാൽ അതിലേക്ക് ഞാൻ ചേർക്കാൻ പോകുന്നത് ഒരു പൊടി ഉലുവയാണ്. ഉലുവ ഇട്ട് കഴിഞ്ഞിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് നമ്മൾ അതിലേക്ക് ഉഴുന്നും പരിപ്പ് ഒരു പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച്. അപ്പോൾ നമുക്ക് ഈ ക്യാബേജ് തോരനിലൊക്കെ ഉഴുന്നും പരിപ്പ് ഒന്ന് ചൂടായിട്ട് നമ്മളൊന്ന് കടിക്കുമ്പോൾ അത് ഒരു പ്രത്യേക ടേസ്റ്റാണ് അതിനകത്ത് തോരന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഉഴുന്നും പരിപ്പ് കുറച്ചിട്ടു. അതിന് ശേഷം വറ്റൽമുളക് ചെറുതായിട്ട് കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുത്തു. അതിന് ശേഷം വേപ്പിൻ്റെ ഇല, കറിവേപ്പില ഇട്ട് കൊടുത്തു. ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റി. അപ്പോൾ എല്ലാവരും റിച്ചു സപ്പ വ്ളോഗ് സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഇനി പാനിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാബേജ്, പച്ചമുളക്, ക്യാരറ്റ്, സബോള, വെളുത്തുള്ളി, ഇഞ്ചി അതെല്ലാം നമ്മൾ ചോപ്പ് ചെയ്തിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും തേങ്ങയും കൂടിയിട്ട് പൊത്തി വെച്ചിട്ടുണ്ടായിരുന്നു, തിരുമ്പിയിട്ട് പൊത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ചട്ടിയിലേക്ക് ഇട്ടിട്ട് നല്ല രീതിയിൽ വഴറ്റി കൊടുക്കുക. അടി ചേർത്ത് വഴറ്റി കൊടുക്കുക, അല്ലെങ്കിൽ അടി പിടിക്കാൻ സാധ്യതയുണ്ട്. ക്യാബേജ് എപ്പോഴും അടി പിടിക്കാൻ സാധ്യതയുള്ളൊരു റെസിപ്പിയാണ്. അതിന് ശേഷം നമ്മൾ കുറച്ച് വെള്ളം ഒന്ന് തെളിച്ച് കൊടുക്കുന്നുണ്ട്, അതൊന്ന് വെന്ത് കിട്ടാനായിട്ടാണ് നല്ല രീതിയിൽ. അതിന് ശേഷം നല്ല രീതിയിൽ വഴറ്റി കൊടുക്കുക. നമ്മുടെ ക്യാബേജ് തോരൻ ഒരു 10 മിനിറ്റ് ഇങ്ങനെ വഴറ്റി കൊടുത്തിട്ട് ആവിയിൽ വേവിച്ചെടുക്കുക. മൂടി വെച്ചിട്ട് ക്യാബേജ് തോരൻ റെഡി ആയിരിക്കുക. ബാച്ചിലേഴ്സിനൊക്കെ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കണം. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.